ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 71 വിദ്യാർത്ഥി പട്ടാൾക്കാരുടെ കഥ പറയുന്ന ഒരു വാർ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ആ വിദ്യാർത്ഥി പട്ടാൾക്കാരുടെ കളിയും ചിരിയും തമാശകളും പിന്നെ ഈ ഒരു യുദ്ധത്തിന്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കി അവർ അവസാനം ആ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നോർത്ത് കൊറിയൻ സൈന്യത്തിനായിട്ട് ഈ ഒരു 71 വിദ്യാർത്ഥി പട്ടാൾക്കാർ പിടിച്ചു നിൽക്കുന്ന അവരുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ്. ഈ ഒരു സിനിമയുടെ ആ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്പർശിച്ച് കടന്നു പോകുന്ന ഒരു വല്ലാത്തൊരു സിനിമയാണത്. ഇതൊരു യുദ്ധ സിനിമയാണ്. അതുപോലെ തന്നെ ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് എന്നറിയുമ്പോഴാണ് നമുക്കൊരു ഗൂസ് ബംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ ഒരു സമയത്താണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1950കളിൽ നടന്ന ഒരു ആഭ്യന്തര യുദ്ധം, ആ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും എന്നേക്കുമായി വിഭജിക്കപ്പെടുകയാണ്. അന്നത്തെ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി 2010 പുറത്തിറങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 71 Into the Fire എന്നൊരു കൊറിയൻ ആക്ഷൻ വാർ ഡ്രാമയാണിത്. ഈ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ ഒരു ടാർഗറ്റ് ഇടുന്നുണ്ട്. അതൊരു 50 കമന്റും ഒരു 500 ലൈക്കുമാണ്. വ്യൂസിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ഒരു ടാർഗറ്റ് ഒന്നും ഇടുന്നില്ല. അത് നിങ്ങളത് ഇഷ്ടം പോലെ കണ്ടോ, എത്ര പേര് വേണമെങ്കിലും കണ്ടോ. ഒത്തിരി ആളുകൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ പറയാനുള്ളത്. കൂടുതലൊന്നും പറയാതെ ഒത്തിരി പറഞ്ഞു, എന്നാലും നമ്മൾ ഈ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു യുദ്ധത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ പരിക്കേറ്റവരെ വണ്ടിയിലേക്ക് മാറ്റുന്ന ഈ ജവാനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇദ്ദേഹത്തിന്റെ പേരാണ് ഓ ജുങ് ബ്യൂ. നമുക്കവനെ ജുങ് എന്ന് വിളിക്കാട്ടോ. ജുങ്ങിനെ അവിടെ വെച്ച് കാണുന്ന ക്യാപ്റ്റൻ അവനോട് കുറെ വെടിയുണ്ടകളും അതുപോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ മുകളിലെ നിലയിലേക്ക് അവരുടെ ആളുകൾക്ക് എത്തിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. അവിടെ നോർത്തും സൗത്തും തമ്മിൽ വല്ലാത്തൊരു ഭയങ്കരമായൊരു യുദ്ധം നടക്കുകയാണ്. ഒത്തിരി ആളുകളൊക്കെ മരിച്ചു വീഴുന്നുണ്ട്. സൗത്ത് കൊറിയക്കാർ കൂടുതൽ പട്ടാളക്കാരെ അയക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് സൈന്യത്തെ ഇങ്ങനെ വിന്യസിപ്പിച്ച് നിർത്തിയേക്കാണ് അത് നോർത്ത് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ആളാട്ടോ നോർത്ത് സൈന്യത്തിന് മുഖ്യ കമാൻഡർ. ഇതേസമയം സൗത്തിന്റെ ക്യാപ്റ്റനോട് മേലധികാരികൾ അറിയിക്കുന്നത് പിന്തിരിഞ്ഞോടാനാണ്. പക്ഷേ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും വിജയിക്കും എന്നൊരു ധൈര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വലങ്കയാണ് ഈ കിങ് ജിൻ സിയോപ്പ്. അദ്ദേഹത്തിന് ഒരു ടീമൊക്കെ ഫോം ചെയ്തിട്ട് ഈ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ ജുങ് ആണെങ്കിൽ അവനെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യമുണ്ടല്ലോ, അത് പൂർത്തിയാക്കാൻ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ആ ഒരു ഭീകരമായ ശബ്ദത്തിൽ കുറച്ചു നേരം ജുങ്ങിന് ചെവിക്ക് തകരാറ് സംഭവിച്ച പോലെ സ്റ്റക്കാകുന്നുണ്ടെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് പോയി ആ വെടിയുണ്ടകൾ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ജുങ് അതിനുശേഷം ആ കെട്ടിടത്തിന് താഴേക്ക് ഇറങ്ങി എത്തുമ്പോൾ ശത്രുക്കൾ അവരെ ആക്രമിച്ചിരുന്നു കേട്ടോ. ജുങ് തൊട്ടു മുമ്പ് നിന്നിരുന്ന സ്ഥലം ഒരു പൊട്ടിത്തെറിയിലൂടെ അവസാനിക്കുകയും നേരത്തെ കണ്ട സൈനികൻ കൺമുൻപിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് റിസ്ക് ആണെന്ന് മനസ്സിലാക്കുന്ന ജുങ് ആണെങ്കിൽ ഓടുകയാണ്. നേരത്തെ നമ്മുടെ ക്യാപ്റ്റൻ അയച്ച കിമ്മും സംഘവും അവനെ വലിച്ച് ഒപ്പം കൂട്ടുന്നുണ്ട്. കിം പല സിറ്റുവേഷനിലും ജുങ്ങിനെ ഇങ്ങനെ രക്ഷിച്ച് ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിലും ശത്രുക്കൾ വന്ന് കൂട്ട ആക്രമണം നടത്തുകയാണ്. അവിടെ കിമ്മും ജുങ്ങും മാത്രം അവശേഷിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കിമ്മിന് വെടിയേൽക്കുന്നുണ്ട്. ശത്രുപക്ഷത്തെ സൈനികൻ കിമ്മിനെ ഓടി വന്ന് കുത്തി കൊടൽ പൊളിക്കാൻ നോക്കുമ്പോൾ ആ കാഴ്ച കണ്ടുനിന്ന ജുങ്ങിനെ ഒരു ബുള്ളറ്റ് അത് ഗണ്ണിൽ ലോഡ് ചെയ്യാൻ പോലും കൈ വിറയ്ക്കുകയായിരുന്നു. പക്ഷെ അവന് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം മറ്റൊരു സൗത്ത് സൈനികൻ വന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ആ ഒരു നിസ്സഹായാവസ്ഥയിൽ കിമ്മിന് ജീവൻ അപകടത്തിലാവുകയാണ്. പിന്നീട് അവർ കൂടുതൽ സൈന്യത്തിനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സൗത്ത് ടീമിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. നോർത്ത് കൊറിയയുടെ കമാൻഡറും വലിയൊരു ടീമും വന്ന് അതിഭീകരമായ വെടിവെപ്പ് നടത്തുമ്പോൾ ജീവൻ ത്യജിക്കാനും പിന്തിരിഞ്ഞോടാനും മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. ജീവൻ ബാക്കിയുള്ള കിമ്മിനെ രക്ഷിക്കണമെന്ന് ഉറപ്പിച്ച് ജുങ്ങും എങ്ങനെയൊക്കെയോ അവരുടെ വണ്ടിയിൽ കയറുന്നുണ്ട്. ആ നിമിഷം അവൻ അമ്മയോട് യാത്ര പറഞ്ഞ് ആദ്യമായി പട്ടാളത്തിൽ ചേരാൻ പോയ ആ ഒരു ദിവസം സങ്കടത്തോടെ ഓർക്കുകയാണ്. ഇതേസമയം ഒരുപാട് അഭയാർത്ഥികൾ അവരിങ്ങനെ കാൽനടയായിട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് ആണെങ്കിൽ അവിടെ പിടിച്ചടക്കിയതിൽ സന്തോഷിച്ച് നിൽക്കുകയാണ്. അടുത്തതായി നാഗ്ഡോങ് നദിയിലേക്ക് പോകണമെന്ന് ഓർഡർ വന്ന കാര്യം ലീ എന്ന ക്യാപ്റ്റൻ പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിനു മുമ്പ് കിട്ടിയ ഓർഡർ പ്രകാരം പൊഹാങ് പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് കമാൻഡറും മറുപടി കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ തമ്മിൽ സംസാരം നടക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 15 മുൻപ് ബൂസാൻ അവരുടെ കീഴിലാക്കണമെന്ന് അവരുടെ സുപ്രീം കമാൻഡർ ആജ്ഞാപിച്ചിട്ടുണ്ട് എന്ന് കമാൻഡർ ദേഷ്യത്തോടെ പറയുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ അഭയാർത്ഥികളെയൊക്കെ തടയാനായിട്ട് സൗത്തിന്റെ ക്യാപ്റ്റൻ അവരുടെ പാലം പൊളിക്കുന്നതാണ്. ശരിക്കും ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ തടയാനാണ് ഇത് പൊളിക്കുന്നതെങ്കിലും പാവപ്പെട്ട ഒത്തിരി മനുഷ്യരുടെ കണ്ണുനീർ കാണുമ്പോൾ ക്യാപ്റ്റൻ മനസ്സോടെയാണ് ആ ഒരു ഓർഡർ പൂർത്തീകരിക്കുന്നത്. ഈ ഒരു സമയത്ത് കിമ്മിനെ ചികിത്സിക്കാനായിട്ട് മെഡിക്കെയറിലേക്ക് ജുങ് കൊണ്ടുവരുന്നുണ്ട്. അവിടെയുള്ള ഒരു ലേഡി നേഴ്സ് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കിമ്മിന്റെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ജുങ് അദ്ദേഹത്തെ മുറുക്കി പിടിക്കുന്നുണ്ടെങ്കിലും ഒരു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു മൃതദേഹം അവിടെ നിന്ന് മാറ്റാനായി ആവശ്യപ്പെടുകയാണ്. താൻ കാരണമാണ് കിമ്മ് മരിച്ചത് എന്നൊരു കുറ്റബോധത്തോടെയും അവസാന നിമിഷം രക്ഷിക്കാൻ
കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടത്തോടെയും ലോഡ് ചെയ്യാത്ത ആ ഒരു ബുള്ളറ്റിലേക്ക് അവനിങ്ങനെ നോക്കുകയാണ്. അവനെ ശ്രദ്ധിക്കുന്ന ആ ഒരു ലേഡി നഴ്സ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ജുങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ അടക്കുകയും പരിക്കുപറ്റിയ ഒത്തിരി പേരെ വൈദ്യസഹായത്തിന് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം ജുങ്ങിന് പറ്റിയ പരിക്കുകളൊന്നും തന്നെ അവൻ കിമ്മിന്റെ ആ ഒരു അവസ്ഥ കണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ നഴ്സ് അടുത്ത് വന്ന് നോക്കുമ്പോൾ ജുങ്ങിന്റെ കൈയിലും അതുപോലെ തന്നെ ചെവിയിലുമുള്ള പരിക്ക് കാണുകയാണ്. ശേഷം അതിൽ മരുന്ന് വെച്ച് ചെവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ ചെവി അടിച്ചുപോയെന്നാണ് അവൾക്ക് തോന്നുന്നത്. മുറിവുകളെല്ലാം തുന്നിക്കെട്ടുമ്പോൾ നഴ്സ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും ജുങ് ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പൊഹാങ്ങിലെ ആ ഒരു സ്കൂളിലേക്ക് ക്യാപ്റ്റൻ എത്തുമ്പോൾ കിം മരിച്ച കാര്യം അദ്ദേഹം അറിയുന്നുണ്ട്. മേലുദ്യോഗസ്ഥരോട് അദ്ദേഹം ചൂടാവുകയാണ്. കാരണം കഴിഞ്ഞ 40 ദിവസങ്ങളിലും അവർ പിന്തിരിഞ്ഞോടുകയായിരുന്നു. ഇനി ക്യാപ്റ്റന് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ സൈനികരെ അയക്കാത്തതെന്നും പീരങ്കികളുടെ സേവനം നിർത്തിവെച്ചതെന്നും ദേഷ്യത്തോടെ അദ്ദേഹം ചോദിക്കുകയും അതൊരു കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കമാൻഡറിന് അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും കൺമുൻപിൽ സ്വന്തം ആളുകൾ പിടഞ്ഞു വീഴുമ്പോൾ അത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും. എന്നാൽ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് സൈന്യത്തിന് അയക്കേണ്ടതെന്നും യൂണിറ്റ് 4 ഓൾറെഡി ശിഥിലമായ എന്നും പറയുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നാഗ്ഡോങ് നദിയിലായിരിക്കണം കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആക്ച്വലി അതായിരുന്നു മുകളിൽ നിന്നുള്ള ഓർഡർ. ഇനിയും കൂടുതൽ രക്തമൊഴുകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവർക്ക് പിന്മാറാൻ സാധിക്കില്ല. കാരണം അതാണ് അവരുടെ അവസാനത്തെ പ്രതിരോധ മേഖല. അപ്പോൾ പൊഹാങ്ങിലേക്കുള്ള യൂണിറ്റുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടേക്കാണ് അടുത്തതായി നോർത്തിന്റെ ക്യാപ്റ്റൻ നീങ്ങുന്നതെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. ശേഷം ക്യാപ്റ്റനുള്ള സ്ഥലത്തേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ അവരിങ്ങനെ സൈന്യത്തിൽ ചേരാനായിട്ട് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന അദ്ദേഹം അവിടെ ഇരുന്നിരുന്ന ജുങ്ങിനെയും കാണുന്നുണ്ട്. കിം മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് അവനല്ലേ എന്ന് ക്യാപ്റ്റൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം ജുങ്ങിന്റെ പേരും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത വണ്ടിയിൽ വന്നവർ ആരാണെന്ന് ക്യാപ്റ്റൻ അവരോട് ചോദിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവർ യുദ്ധത്തിൽ ചേരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഇവരെയൊക്കെ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണത്രേ ഇങ്ങോട്ടേക്ക് അയച്ചത്. അവനെ നോക്കിയിട്ട് അവനൊരു വിദ്യാർത്ഥിയാണോ എന്നും പ്രായം കൂടുതലല്ലേ എന്നും ക്യാപ്റ്റൻ സംശയം പറയുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥി യൂണിറ്റിലുള്ള ആ ഒരു മീറ്റിംഗിലേക്ക് അവരെയും അദ്ദേഹം വിടുകയാണ്. ശരിക്കും ഇപ്പോൾ വന്ന ആ ഒരു പയ്യനിലെ അവന്റെ മാതാപിതാക്കളെ നോർത്ത് കൊറിയക്കാർ കൊന്നതുകൊണ്ട് അവരോട് അവന് ഭയങ്കര വെറുപ്പാണ്. അതാണ് അവൻ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു മീറ്റിംഗിൽ അവിടെ ഉള്ളത് നിലവിലെ 3 പേരും പുതുതായി റിക്രൂട്ട് ചെയ്ത 68 പേരും ചേർന്ന് 71 പേരുള്ള ഒരു സ്റ്റുഡന്റ് യൂണിറ്റ് ആണ്. അവരെയെല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ക്യാപ്റ്റൻ അവർക്കെല്ലാം M1 റൈഫിൾസും 250 ഉണ്ടകൾ വീതവും കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇത്ര പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കണോ എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർക്കുള്ള ആ ഒരു ആയുധങ്ങളൊക്കെ കൊടുത്ത ശേഷം അദ്ദേഹം പറയുന്നത് അവരാണ് പുതിയ HDB ട്രൂപ്സ് എന്നാണ്. ഇവരെ 2 വിഭാഗമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവർക്കുള്ള മുഖ്യ കമാൻഡറായി നിയമിക്കുന്നത് നമ്മുടെ ജുങ്ങിനെയാണ്. അത് കേട്ട് അവൻ ഞെട്ടുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ എന്തിനാണ് ഇയാളെ കമാൻഡർ ആക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. വോട്ടിട്ട് ജനാധിപത്യ തീരുമാനം എടുത്താൽ പോരെ എന്നും തീറ്റ മത്സരം നടത്തി ആളെ കണ്ടെത്താമെന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പക്ഷെ ക്യാപ്റ്റൻ പറയുന്നത് ഒരു കമാൻഡറിന് തീർച്ചയായിട്ടും യുദ്ധപാഠവും ഉണ്ടായിരിക്കണം എന്നാണ്. ജുങ്ങു ഓൾറെഡി ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ശരിക്കും അവൻ പേടിയുള്ള ഒരാളാണെന്ന് അറിയാത്ത ക്യാപ്റ്റൻ അവനെ തന്നെ അങ്ങനെ കമാൻഡർ ആക്കുകയാണ്. ഇപ്പോൾ തന്നെ അവരുടെ 3 യൂണിറ്റ് നാഗ്ഡോങ് പ്രദേശത്താണ്. അതുകൊണ്ട് പൊഹാങ്ങിലെ ഈ സ്കൂളിലിരുന്ന് ഇവിടം സംരക്ഷിക്കാനുള്ള ചുമതലയാണ് ഇവരെ അദ്ദേഹം ഏൽപ്പിക്കുന്നത്. അത് കേൾക്കുന്ന അവർക്കെല്ലാം ഭയവും ചോദ്യങ്ങളും മനസ്സിൽ വരുമ്പോൾ ക്യാപ്റ്റൻ അത് ക്ലിയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇതൊരു ചെറിയ സ്ഥലമാണ്, അത്ര പ്രധാനപ്പെട്ടതല്ല. എന്നാലും ശത്രുക്കൾ നാഗ്ഡോങ് നദി കടന്നാൽ അതോടെയെല്ലാം അവസാനിക്കും. അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ സ്ഥലം നാഗ്ഡോങ്ങിനേക്കാൾ സുരക്ഷിതമാണ്. സഖ്യകക്ഷികൾ ബുധനാഴ്ചയായിരിക്കും എത്തുന്നത്. അതുവരെ ഇവിടം സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഒരുത്തൻ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് പോകാതിരുന്നൂടെ എന്നാണ്. അതിനുള്ള മറുപടി ക്യാപ്റ്റൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടായിരുന്നു. അതായത് സൈനികർക്ക് എപ്പോഴും ഓർഡർ അനുസരിച്ചാണ് ശീലം. അപ്പോൾ അവന്മാർക്കുള്ള അടുത്ത സംശയം ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നായിരുന്നു. വേറെന്ത് ചെയ്യാനാ, അവന്മാരെ കൊന്ന് കൊല വിളിക്കണമെന്ന് ഒരുത്തൻ പറയുമ്പോൾ അവർ പരസ്പരം കളിയാക്കുന്നുണ്ട്. പക്ഷെ അടുത്തൊരു സംശയം തീറ്റ മത്സരം വെക്കാൻ പറഞ്ഞില്ലേ, അവന്റെ വകയായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോകണോ അതോ അവന്മാർ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ച് അവൻ ചിരിക്കുമ്പോൾ HDB ട്രൂപ്പ് എന്നാൽ പട്ടാളക്കാരാണ് എന്നും നിങ്ങൾ പട്ടാളക്കാരല്ലേ എന്നും ക്യാപ്റ്റൻ ഉറക്കെ ചോദിക്കുകയാണ്. നിങ്ങളാണ് രാഷ്ട്രമെന്നും നിങ്ങളിൽ വിശ്വസിക്കുക എന്നും അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും സൈലന്റ് ആകുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് മെഡിക്കൽ ടീമും എല്ലാവരും പുറപ്പെടുമ്പോൾ കുറച്ച് മരുന്നും സാധനങ്ങളും കൊടുത്ത് മറ്റേ നഴ്സ് ജിങ്ങിനോട് കൈ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ പോകാൻ നോക്കുമ്പോൾ അവന് ചെവി കേൾക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു നഴ്സ് ആംഗ്യത്തിലൂടെയൊക്കെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റുഡന്റ് ടീമിലെ ഈ ഒരു കന്നഡക്കാരനാണെങ്കിൽ റേഡിയോയിൽ കൂടി എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ഒരു സൈനികനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സ്കൂളിന്റെ ചുമതല ജുങ്ങിനെ ഏൽപ്പിച്ച് ക്യാപ്റ്റൻ മടങ്ങാൻ തുടങ്ങുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയെന്നും എന്തുണ്ടെങ്കിലും റേഡിയോയിലൂടെ ബന്ധപ്പെടാനും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജുങ് അവന് മുഖ്യ കമാൻഡറാകാൻ സാധിക്കില്ല എന്നങ്ങോട്ട് തുറന്നു പറയുകയാണ്. കാരണം അവൻ മുൻപൊരിക്കലും ആ ഒരു ഉയർന്ന റാങ്കിലൊന്നും എത്തിയിട്ടില്ലല്ലോ. അത് കേൾക്കുന്ന ക്യാപ്റ്റൻ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹൃദയം കൊണ്ട് നയിക്കൂ എന്ന് പറയുകയാണ്. ശുദ്ധമായ ഹൃദയവും നല്ല ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും ജുങ്ങിനെ അനുസരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാച്ച് അത് അവനെ ഏൽപ്പിച്ചുകൊണ്ട്
അവരെല്ലാവരും അവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇതേ സമയം നേരത്തെ സൗത്ത് കൊറിയ തകർത്ത ആ ഒരു പാലമില്ലേ, ആ ഒരു പാലത്തിൽ വന്ന് നിൽക്കുകയാണ് നോർത്ത് ടീം. പാലം തകർന്നിരിക്കുന്നത് കൊണ്ട് അവർക്ക് അപ്പുറത്തെത്താൻ 2 ദിവസമെങ്കിലും വേണ്ടിവരും. അവിടെയുള്ള മലകൾക്കപ്പുറം റോഡുണ്ടത്രേ. പക്ഷെ അവർ അതിലൂടെ പോയാൽ സൗത്ത് ടീം അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്നാണ് അവർ കരുതുന്നത്. അത് മനസ്സിലാക്കുന്ന കമാൻഡർ പൊഹാങ്ങിലെ ആ ഒരു സ്കൂളിൽ അത് ആക്രമിക്കാൻ തന്നെ മുന്നോട്ട് പോകാൻ കട്ടായം പറയുന്നുണ്ട്. യൂണിറ്റിനെ തയ്യാറാക്കി ഈ ഒരു നദി നീന്തി കടക്കാനും പീരങ്കികൾ അപ്പുറത്തെ വഴിയിലൂടെ വിടാനും ഓർഡർ കൊടുക്കുമ്പോൾ അടുത്തൊരു യുദ്ധത്തിന് തയ്യാറായി വല്ലാത്തൊരു ആവേശത്തോടെ അവരും നീങ്ങുകയാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ കുട്ടിപ്പട്ടാളത്തിന് ഭക്ഷണ സാധനങ്ങളും അതുപോലെ കുറച്ച് ആയുധങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ നന്നായിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. അവിടെ വെച്ച് ജുങ് ഒരു കമാൻഡർ എന്ന നിലയിൽ ഓർഡർ കൊടുക്കുമ്പോൾ കൂട്ടത്തിലെ തല്ലിപ്പുളിയായ ക്യാബ് ജോ അവനെ എതിർത്ത് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ജോക്ക് എന്തിനും ഒരു സപ്പോർട്ടായിട്ട് കൂടെ 2 ബിരുദന്മാർ കൂടി ഉണ്ട് കേട്ടോ. ജുങ് പറഞ്ഞത് മരിച്ചുപോയ ആ ഒരു ഇത്തിരി സൈനികരിലെ അവരുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്യാനായിരുന്നു. പക്ഷെ അവർ വന്നത് ശത്രുക്കളെ കൊല്ലാനാണെന്നും അല്ലാതെ ഇത്തരം പണികൾ ചെയ്യാനല്ല എന്നും ജോ അങ്ങോട്ട് തീർത്ത് പറയുകയാണ്. അവന്റെ ആ ഒരു കത്തി കണ്ട് പേടിച്ചിട്ട് എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി യുദ്ധത്തിൽ പങ്കെടുത്ത ജുങ്ങിന്റെ കൂടെയുള്ള ആ 2 പേരുണ്ടല്ലോ, അവർ ജുങ്ങിന്റെ ഭക്ഷണം പിടിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ജോയുടെ ആ ഒരു ഷോ ഓഫ് കൂടുമ്പോൾ ജുങ് പതറാതെ നിന്ന് ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന്മാരെല്ലാം പറഞ്ഞത് അനുസരിക്കുകയാണ്. പല മൃതദേഹങ്ങളും പുഴുവരിച്ച നിലയിലും ശരീരഭാഗങ്ങളൊക്കെ വേർപെട്ടു പോകുന്ന രീതിയിലുമാണ് ഉണ്ടായിരുന്നത്. പലരും അത് കണ്ട് ഛർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പുതിയ പിള്ളേർക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു 3 പേർ ചേർന്ന് ചെറിയ രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്. ഇനി അധികം സമയം ബാക്കിയില്ലല്ലോ. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിൽ പറയുന്നത് ഗണ്ണ് ലോഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഴവ് മതി വിരൽ 2 കഷ്ണമാവൻ. അതെല്ലാം കണ്ട് അവർ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ പൊസിഷനിൽ നിൽക്കുമ്പോൾ അവരറിയാതെ ചന്നം പിന്നെ വെടിവെക്കുകയാണ്. ജോ ആണെങ്കിൽ ജുങ്ങിന്റെ മുൻപിൽ ആളാകാൻ വേണ്ടി ലക്ഷ്യം നോക്കിയൊക്കെ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനത് തീരെ വശമില്ലാത്തതിനാൽ അവന്റെ ആയുധമായ കത്തിയെടുക്കുകയാണ്. ആ ഒരു കത്തിയെടുത്ത് ജോ ലക്ഷ്യത്തിൽ എറിയുകയാണ്. അത് കണ്ട് അവരെല്ലാവരും ഞെട്ടുമ്പോൾ അവൻ ഭയങ്കര ഗമയിൽ നിൽക്കുകയാണ്. പിന്നീട് ജോയും അവന്റെ 2 ചങ്ങാതിമാരും കൂടി അവർക്കുള്ള ഭക്ഷണം ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇവന്റെ പേരാട്ടോ പിങ് ചോൻ. പിന്നെ ഇവന്റെ പേര് വാങ് എന്നാണെങ്കിലും അവരെല്ലാവരും കളിയാക്കി തടിയ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നമ്മളും അദ്ദേഹത്തെ തടിയ എന്ന് വിളിക്കാൻ പോവുകയാട്ടോ. അവിടെയുള്ള ഉരുളൻകിഴങ്ങെല്ലാം കഴിച്ച് എന്തോ ഒരു ഉല്ലാസയാത്രയ്ക്ക് വന്ന പോലെയാണ് അവരുടെ ആ ഒരു ഇരിപ്പ്. പോരാത്തതിന് ജുങ്ങിന്റെ കുറ്റവും അവർ പറയുന്നുണ്ട്. ജുങ്ങിനെ അടിച്ചൊതുക്കി ജോയിയെ പുതിയ കമാൻഡർ ആക്കണമെന്ന് തടിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പിങ്ങിന് അവിടെ നിന്നൊരു ഗ്രനേഡ് കിട്ടുകയാണ്. അത് കാണുമ്പോൾ തന്നെ തടിയൻ ഗ്രനേഡ് പിടിച്ചു വാങ്ങുകയാണ്. പിങ് ആ ഗ്രനേഡിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തടിയൻ അവരെ കളിപ്പിക്കാൻ വേണ്ടി ഒന്ന് വെറുതെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതെന്ത് കുന്തമാണെന്നുള്ള രീതിയിൽ അതിൽ നിന്ന് എന്തോ ഒന്ന് അത് വലിച്ചു വരുന്നുണ്ട്. അത് കാണുന്നതും മറ്റു 2 പേരും പേടിക്കുകയാണ്. അതിപ്പോൾ പൊട്ടുമെന്ന് ആ മണ്ടൻ അറിയില്ലെങ്കിലും മറ്റു 2 പേരും അത് ദൂരെ കളയാൻ പറയുന്നുണ്ട്. പിങ്ങും തടിയനും അത് കൈമാറി കളിച്ച് അവസാനം തടിയൻ ഗ്രനേഡ് എടുത്ത് ഉരുളക്കിഴങ്ങുള്ള ഒരു കൊട്ടയിൽ അതിലേക്ക് വലിച്ചെറിയുകയാണ്. ആ ഒരു നിമിഷം അവരെല്ലാവരും ഓടി ആ കെട്ടിടത്തിന് പുറത്തേക്ക് ചാടുമ്പോൾ ഒരു വലിയൊരു പൊട്ടിത്തെറിയിൽ അവരുടെ ഭക്ഷണമെല്ലാം നാമാവശേഷമായി പോവുകയാണ്. അതിനുള്ള ഒരു ശിക്ഷ ജോ തടിയന് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരാമെന്ന് ജോ പറയുമ്പോൾ അവരോട് പുറത്തു പോകാനാണ് ജുങ് ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോൾ ശത്രുക്കൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പിള്ളേരെ വെച്ച് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് ജുങ്ങും കൂട്ടരും ഇപ്പോഴും സംശയത്തിലാണ്. ഈ ഒരു ടെൻഷനും അതുപോലെ ഭാരവും ഒക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ജുങ് അവന്റെ അമ്മയ്ക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങുകയാണ്. അവരിപ്പോൾ 71 പേരാണ് ഈ ഒരു യുദ്ധത്തിൽ ഉള്ളതെന്നും അപ്പുറത്തെ മുറിയിൽ പിള്ളേരെല്ലാം കളിച്ച് രസിക്കുകയാണെന്നും എഴുതുമ്പോൾ അവരുടെ സന്തോഷം എന്നും കൂടെയുണ്ടാവാൻ അമ്മയുടെ പ്രാർത്ഥന വേണമെന്ന് ജുങ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതേ സമയം അവന്മാർക്ക് ആർക്കും തന്നെ ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ലട്ടോ. അവർ അവിടെ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ഉല്ലസിച്ചിരിക്കുകയാണ്. അത് കണ്ട് വരുന്ന 3 സീനിയേഴ്സും എല്ലാവരോടും പോയി കിടക്കാൻ പറയുന്നുണ്ട്. അതിലൊരു സീനിയർ ആണെങ്കിൽ നിങ്ങൾ പിക്നിക്കിന് വന്നതല്ല മറിച്ച് യുദ്ധഭൂമിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ഇവർ 2 പേരെയാണ്. ഇവരാണ് രാത്രി പുറത്ത് സമയത്തെ നിരീക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവരവിടെ ഇരുന്ന് ഓരോ കുശലമൊക്കെ ഇങ്ങനെ പറയുന്നതിനിടയിൽ വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചും അവർ ഓർക്കുന്നുണ്ട്. നേരത്തെ ചീത്ത കിട്ടിയത് കൊണ്ട് ചിലരൊക്കെ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. കുറച്ചുപേർ ഗണ്ണെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ജുങ്ങിനെ ഒരാൾ വന്ന് എണീപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവരെല്ലാവരും തോക്കുമെടുത്ത് റെഡിയായിട്ട് പുറത്തേക്ക് പോകുന്നു. കാരണം ആരോ അവരെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് സഖ്യകക്ഷികളാണോ അതോ ശത്രുക്കളാണോ എന്നറിയാത്തത് കൊണ്ട് പിള്ളേരെല്ലാം അവിടെ പതുങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ കുട്ടിപ്പട്ടാളത്തിലെ ഒരുത്തൻ എണീക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 കട്ട നിലത്ത് വീഴുകയാണ്. ആ ഒരു ശബ്ദം കേട്ട് അവർ അവനെ നോക്കുമ്പോൾ 2 സൈഡിൽ നിന്നും തുരുതുരാ വെടിവെക്കാൻ തുടങ്ങുകയാണ്. വന്നവരെയെല്ലാം നമ്മുടെ പിള്ളേർ ആക്രമിച്ച് വീഴ്ത്തി. ഇനി അത് ശത്രുക്കൾ തന്നെയാണോ എന്ന് പോയി നോക്കുമ്പോൾ അതിലൊരാൾക്ക് ജീവനുണ്ടായിരുന്നു. അവൻ അമ്മയെന്ന് വിളിച്ച് നിലവിളിക്കുമ്പോൾ ജുങ്ങിന് അവനെ കൊല്ലാൻ തോന്നുന്നില്ല. പക്ഷേ അപ്പോൾ ജോ വന്നിട്ട് ജുങ്ങിന് പേടിയാണെങ്കിൽ അവൻ ഷൂട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ജുങ് തന്നെ അയാളെ കൊല്ലുകയാണ്. അതും അവൻ വിഷമത്തോടെ അമ്മയ്ക്ക് എഴുതുന്ന ആ ഒരു കത്തിൽ ചേർക്കുന്നുണ്ട്. കാരണം ജുങ്ങിനെ ചെറുപ്പം മുതൽ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് നോർത്ത് കൊറിയക്കാരെല്ലാം തലയിൽ കൊമ്പുള്ള ഭീകര സത്വങ്ങളാണ് എന്നായിരുന്നു. എന്നാൽ ഈ ഒരു സൈനികൻ അവസാനമായി പറഞ്ഞത് അമ്മയെ കാണണം എന്നായിരുന്നു. അയാളെ കൊല്ലേണ്ടി വന്നതിൽ ജുങ് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ജുങ് എഴുതുന്നുണ്ട്. മനസ്സിനെ വേദനിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇവരെ പോലെ തന്നെ നോർത്ത് സൈനികരും കുടുംബത്തെ ഓർത്തുകൊണ്ടാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഈ ഒരു വെടിവെപ്പിന് ശേഷം പിള്ളേർക്കെല്ലാം
മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും ചിലരെല്ലാം ഇപ്പോഴും അതേ കുട്ടികളെയുമായി നിൽക്കുകയാണ്. അടുത്തതായിട്ട് സ്കൂളിന് ചുറ്റും കാവൽ നിൽക്കാൻ വേണ്ടി ജുങ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അവർ അവിടെയുള്ള പരിസരമെല്ലാം ചെക്ക് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അതിനിടയിൽ ജോയും കൂട്ടരും സിഗരറ്റൊക്കെ വലിച്ച് ആസ്വദിച്ച് നടക്കുകയാണ്. അതും പറഞ്ഞൊരു സീനിയറും ജോയും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ജുങ് അതിൽ ഇടപെടുന്നു. കാരണം ഇവരിപ്പോൾ ഉള്ളത് ഒരു കാട്ടിലാണ്. കാട്ടിലൊരു സിഗരറ്റിന്റെ സ്മെൽ എന്ന് പറയുന്നത് ഒരു 10 എണ്ണത്തിന് തുല്യമായിരിക്കും. അത് കേട്ട് ജോ പുച്ഛിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന ശത്രുക്കൾ അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ദേഹത്തായിരുന്നു ആ ഒരു ബുള്ളറ്റ് കൊണ്ടത്. അത് മനസ്സിലാക്കി പേടിച്ചെല്ലാവരും താഴെ കിടന്നപ്പോൾ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ തടിയൻ അവിടെ നിന്നു. അടുത്ത ബുള്ളറ്റ് തടിയന്റെ നെറ്റിയിലേക്കാണ് വന്ന് തറച്ചത്. അത് കണ്ട് ജോയ്ക്ക് സഹിക്കാനായില്ല. അവൻ എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് തോക്കുമെടുത്ത് ഓടാൻ തുടങ്ങി. പുറകെ എല്ലാവരും ഓടുകയാണ്. അപകടമാണെന്ന് ജുങ് അപ്പോൾ പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജുങ്ങും പുറകെ പോവുകയാണ്. എന്നാൽ ശത്രുക്കൾ ജോയെ ഓടിച്ചുകൊണ്ട് വന്നത് അവരുടെ ആളുകൾ പതുങ്ങിയിരുന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്കായിരുന്നു. അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ചിലർക്ക് വെടിയേറ്റിരുന്നു. അവർ നിർത്താതെ വെടിവെച്ചപ്പോൾ ഇവരും തിരിച്ച് മാക്സിമം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജോയ്ക്ക് അവരെയെല്ലാം കൊന്നു തള്ളാതെ ഒരു സമാധാനവും കിട്ടില്ല. അവൻ പിങ്ങിനെയും വിളിച്ച് 2 ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ജോ ഒരു ശത്രുവിന്റെ പുറകിലൂടെ ചെന്നിട്ട് അവനെ കുത്തിക്കൊന്നു. അപ്പോഴേക്ക് നോർത്ത് സൈനികരുടെ വെടിയേറ്റ് ഇവിടെ പലരും നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. ജോ അവരുടെ സ്ഥലത്തേക്ക് തന്ത്രപരമായിട്ട് നീങ്ങി അവരുടെ പുറകിൽ ചെന്ന് അവരുടെയൊക്കെ ബേക്കിൽ ചെന്ന് വെടിവെക്കുകയാണ്. അവർ അങ്ങനെ ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോൾ ശത്രുക്കളെല്ലാം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ജുങ് അവരുടെ പുറകെ ഓടി ഒരാളെ വെടിവെച്ചിട്ടപ്പോൾ അവിടെ ചെറിയൊരു കുട്ടി അവനവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവനോട് ജുങ് തോക്ക് താഴെയിടാൻ പറഞ്ഞെങ്കിലും അവൻ അഹങ്കാരത്തോടെ ഉത്തരകൊറിയയുടെ മാഹാത്മ്യം വിളമ്പുകയാണ്. ആ ഒരു സമയത്ത് അവിടേക്ക് ജോ വരുന്നുണ്ട്. അവൻ ആ കുട്ടിപ്പിശാചിന്റെ ആ ഒരു സംസാരം സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ വെടിവെക്കാൻ ഒരുങ്ങുന്നു. ജുങ് ജോയെ തടയുന്നുണ്ടെങ്കിലും ജോയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാകുമ്പോൾ അവൻ ആ കൊച്ചിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ആ ഒരു നിമിഷം ജുങ്ങും ജോയും പരസ്പരം വെടിവെക്കാനായി തോക്കുകൾ ചൂണ്ടുന്നുണ്ടെങ്കിലും ജുങ് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. അവൻ കൊന്നതൊരു കൊച്ചിനെ ആണെങ്കിലും അതിന്റെ വായിൽ നിന്ന് വന്ന വെല്ലുവിളി അത് നിങ്ങളും കേട്ടതല്ലേ എന്ന് ജോയും വിഷമവും ദേഷ്യവും കലർന്ന ശബ്ദത്തിൽ ചോദിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാം തിരിച്ചു വന്ന് തടിയന്റെ മൃതശരീരം മറവ് ചെയ്യുമ്പോൾ അവനെ എത്ര കളിയാക്കിയിരുന്നെങ്കിലും ആ കൂട്ടുകാർക്ക് അതൊട്ടും തന്നെ സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവർ ആ കുഴിമാടത്തിനടുത്ത് അവന്റെ തോക്കും അതിനു മുകളിൽ തൊപ്പിയും വെച്ചു. അതേസമയം അവിടെ പരിക്കേറ്റവരുടെ അവസ്ഥ അതിലും മോശമാണ്. കാരണം അവർക്ക് വേറെ മെഡിക്കൽ സപ്പോർട്ട് ഒന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ തന്നെ ചികിത്സിക്കുകയാണ്. ഈ ഒരു പോരാട്ടത്തിൽ 16 പേർ മരിച്ചിരുന്നു. 5 പേർക്ക് പരിക്കുമുണ്ട്. അതെല്ലാം കാണുമ്പോൾ ജോയ്ക്ക് വിഷമം അടക്കാനാവുന്നില്ല. പിങ്ങിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു വാങ്. അവനെ തടിയനെന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും അവന്റെ ഏതൊരു പ്രശ്നത്തിലും പിങ് കൂടെ നിന്നിരുന്നു. ഇനി അവനില്ല എന്നോർക്കുമ്പോൾ പിങ്ങിന്റെ മനസ്സും നീറുകയാണ്. ഇതെല്ലാം മറക്കാനായി ജോയ് അവനോട് ഒരു സിഗരറ്റ് ചോദിക്കുന്നുണ്ട്. അത് കത്തിക്കാനെടുക്കുന്ന ലൈറ്റർ എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിക്കുന്നു. അതവൻ ഒരാളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അത് ജോയ്ക്ക് വേണോ എന്ന് പിങ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ വേണ്ട എന്ന് പറയുന്നു. ഇതേസമയം ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ അവനെ കാട്ടിൽ നിന്നും ശത്രുപക്ഷം പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ റേഡിയോ ഓപ്പറേറ്റർ കന്നഡക്കാരൻ റേഡിയോയിലൂടെ നടന്ന വിവരങ്ങളെല്ലാം ക്യാപ്റ്റനോട് പറയുമ്പോൾ ക്യാപ്റ്റൻ കോൾ ജുങ്ങിന് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പോൾ ഇതിലും വലിയൊരു ഭീകരമായ യുദ്ധത്തിന്റെ നടുക്കാണ്. എന്നാലും ഓരോ അരമണിക്കൂറിലും കാര്യങ്ങൾ വിളിച്ച് അറിയിക്കണമെന്നും പോഷക സൈന്യത്തെ അവിടേക്ക് അയക്കാൻ ശ്രമിക്കുകയാണെന്നും 2 മണിക്കൂർ പിടിച്ചു നിൽക്കുക എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ കോൾ കട്ട് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ ഉള്ളിടത്താണെങ്കിൽ ഭീകരമായ ബോംബാക്രമണം എല്ലാം നടക്കുന്നുണ്ട്. അവിടെ ഓരോ നിമിഷവും മരിച്ചു വീഴുന്ന സൈനികരുടെ എണ്ണാവുന്നതിലും അധികമായിരുന്നു. ഇവിടെയുള്ള കന്നഡക്കാരൻ സിയോണിന് ബോംബിന്റെ ശബ്ദം കേട്ടിട്ട് തന്നെ പേടിയായിട്ടും വയ്യ. ഇവർക്കൊരു പട്ടിയുടെ വില പോലും ശത്രുപക്ഷം കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. അത് കേൾക്കുന്ന സീനിയറിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ക്യാപ്റ്റന് സംഘവുമാണെങ്കിൽ വളരെയധികം അപകടം പിടിച്ച യുദ്ധത്തിലാണുള്ളത്. കാരണം ഇപ്പോൾ നോർത്തിന്റെ സൈന്യം കൂടുതൽ ആളുകളെ ചേർത്ത് സ്ട്രോങ് ആയി വരികയാണ്. മാത്രമല്ല അവർ പൊഹാങ് ആക്രമിക്കാൻ വരുന്ന വിവരം മുഖ്യ കമാൻഡറിനെ നമ്മുടെ സൗത്ത് ക്യാപ്റ്റൻ അറിയിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എവിടേക്കാണ് ആളെ അയക്കേണ്ടതെന്ന് ചോദിച്ച് കമാൻഡറും ദേഷ്യപ്പെടുകയാണ്. എല്ലാവരുടെയും ജീവൻ അമൂല്യമാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് എല്ലാവരെയും ഒരുമിച്ച് സംരക്ഷിക്കുന്നത്? ഇപ്പോൾ നാഗ്ഡോങ് നദി കൈവിട്ടാൽ എല്ലാം തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉള്ള യൂണിറ്റുകളുമായി തുടരാനും പുതുതായി അയക്കാൻ ഇവിടെ ആരുമില്ല എന്നും കൂടി പറയുമ്പോൾ പൊഹാങ് സ്കൂളും പരിസരവും ഇപ്പോൾ ആ കുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയാണ്. അതറിയാതെയാണ് കൂടുതൽ യൂണിറ്റ് അവിടേക്ക് വരുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു സ്റ്റുഡന്റ് യൂണിയൻ അവിടെ നിൽക്കുന്നത്. ഇതേസമയം നേരത്തെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സൗത്ത് കൊറിയൻ സംഘത്തിലെ പയ്യനിലെ അവർ അടിച്ച് ചോദ്യം ചെയ്യുകയാണ്. അത് കണ്ടുവരുന്ന നോർത്ത് കമാൻഡർ അവനോട് സ്നേഹത്തോടെ പെരുമാറുകയും അവനെയും കൂടി പൊഹാങ്ങിലെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നു. ആക്ച്വലി ശത്രുക്കളുടെ വിശ്വാസം നേടണമെങ്കിൽ ആദ്യം മനസ്സിൽ അല്പം നന്മ വേണമെന്നാണ് ആ ഒരു കമാൻഡറുടെ തത്വം. അവന്റെ കയ്യിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി വെച്ച് വളരെ ധൈര്യത്തോടെ കമാൻഡർ അവിടേക്ക് ചെല്ലുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ആർമി ആ വണ്ടിക്ക് ചുറ്റും തോക്കുമായി പേടിച്ചു നിൽക്കുമ്പോൾ കമാൻഡർ ജുങ്ങിനോട് സംസാരിക്കുന്നുണ്ട്. അയാൾ കൊണ്ടുവന്ന പയ്യനെ കൈമാറിയ ശേഷം പറയുന്നത് ഉത്തരകൊറിയയുടെ കമാൻഡറായ പാർക്ക് മുറാങ് ആണ് അദ്ദേഹം എന്നാണ്. മാത്രമല്ല 5 ഡിവിഷനുകളും
വാൻഗാർഡ് യൂണിറ്റുമായി ജനറൽ പാർക്ക് അപ്പുറത്തുണ്ടെന്നും 2 മണിക്കൂർ കഴിഞ്ഞ് അവർ ഇവിടേക്ക് വന്ന് ഈ ഒരു സ്ഥലം പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഒപ്പം സ്വയം കീഴടങ്ങി അവിടെ നോർത്തിന്റെ പതാക നാട്ടിയാൽ അവരെയെല്ലാം വെറുതെ ജീവനോടെ വിടാമെന്നും കുട്ടികളായതുകൊണ്ട് മാത്രമാണ് അവരോടിങ്ങനെ ഇത്ര കരുണയൊക്കെ കാണിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ പാർക്കിന്റെ വർത്തമാനം ജോക്ക് തീരെ പിടിച്ചില്ല. അവൻ അയാൾക്കെതിരെ തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിലും അയാൾ അവനെ അധികം ദേഷ്യം പിടിപ്പിക്കുന്നില്ലട്ടോ. പക്ഷെ ജുങ് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഓഫർ സ്വീകരിക്കാതെ 12 മണിക്ക് യുദ്ധത്തിന് കാണാമെന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയക്കുകയാണ്. അതേസമയം സൗത്ത് ക്യാപ്റ്റനുള്ള ആ ഒരു സ്ഥലത്ത് അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നാഗ്ഡോങ്ങിൽ ഇനി ശത്രുക്കളുടെ സാന്നിധ്യം കാണുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ക്യാപ്റ്റനാണെങ്കിൽ പൊഹാങ്ങിലെ നമ്മുടെ സ്റ്റുഡന്റ് ആർമിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ 2 തവണയാണല്ലോ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയത്. ഇനിയും കാത്തിരിക്കാതെ ആ പിള്ളേരുടെ അടുത്തേക്ക് കുറച്ചു പേരുമായി പോവുകയാണെന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ അവരുടെ കമാൻഡർ US ആർമിയുടെ സഹായത്തോടെ കൊറിയൻ ടാങ്കുകളെ പോലും അവരെ പോലും നിഷ്പ്രഭമാക്കുന്ന വെപ്പൺസ് കൂടെ കൊടുത്തയക്കുന്നുണ്ട്. നമ്മുടെ ജോ ആണെങ്കിൽ ആ ഒരു സമയത്ത് നേരത്തെ ഉത്തര കൊറിയക്കാരുടെ കയ്യിൽപ്പെട്ട് തിരികെ കൊണ്ടുവന്ന ഒരു പയ്യനിലെ അവനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് അവിടെ പ്രസംഗിക്കുകയും അവനെ ഉപദ്രവിക്കുകയുമാണ്. അവനെ തല്ലിക്കൊല്ലണമെന്ന് തന്നെയാണ് അവിടെ ഉള്ളവരും പറയുന്നത്. അപ്പോൾ അപ്പുറത്ത് നേരത്തെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ വേദന കൊണ്ട് പുളഞ്ഞ് കരയുകയായിരുന്നു. അവൻ കൂട്ടുകാരന് മടിയിൽ കിടന്ന് ചോര വാർന്നൊലിക്കുമ്പോഴും വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ 2 പേരുമായിരുന്നു കഴിഞ്ഞ രാത്രി പുറത്തെ നിരീക്ഷണത്തിനായി ഇരുന്നത്. ജോയുടെ ഷോ കുറച്ച് അതിര് കടക്കുമ്പോൾ അവിടേക്ക് ജുങ് വരുന്നുണ്ട്. അവർ തമ്മിൽ അവിടെ വെച്ച് പഴയ വൈരാഗ്യത്തിന്റെ സംസാരം വരുമ്പോൾ ഇവിടുത്തെ യഥാർത്ഥ രാജ്യദ്രോഹി ജോ ആണെന്ന് പോലും ജുങ് പറയുന്നുണ്ട്. അത് കേട്ട് സഹിക്കാനാവാതെ അവൻ ജുങ്ങിനെ അടിക്കുന്നു. എല്ലാവരും ചുറ്റിനെ നിൽക്കുമ്പോൾ അവർ പരസ്പരം തല്ലിച്ചാകാൻ ഒരുങ്ങുകയാണ്. അവരുടെ സംസാരവും വഴക്കും അതിര് കടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഒത്തിരി വിഷമിക്കുകയാണ്. അവരെല്ലാവരും നിർത്താൻ പറഞ്ഞിട്ടും കേൾക്കാത്ത ജുങ്ങും ജോയും പരസ്പരമുള്ള തമ്മിൽ തല നിർത്തുന്നത് ഒരു വെടിവെച്ച കേട്ടാണ്. അത് സ്വന്തം കൂട്ടുകാരൻ മരണവേദന സഹിച്ച് നീറുന്നത് സഹിക്കാൻ വയ്യാതെ അവന്റെ കൂടെയുണ്ടായിരുന്ന പയ്യൻ അവനെ ഷൂട്ട് ചെയ്ത ശബ്ദമായിരുന്നു. കാരണം അതവന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. ഈ ഒരു വേദന സഹിക്കാതെ ഒന്ന് മരിക്കാൻ വേണ്ടി ഉറ്റ സുഹൃത്ത് യാചിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടെ അത് ചെയ്ത് അവൻ പൊസിഷനിൽ വന്ന് കരഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ട് സഹിക്കാനാവാതെ ജോയും അവരോടെല്ലാം അടുത്ത അംഗത്തിന് തയ്യാറെടുക്കാൻ പറയുകയാണ്. ഇതുവരെ കുട്ടികൾ സ്കൂളിൽ കൊടി നാട്ടിയില്ല എന്ന് കാണുമ്പോൾ അവർക്കെതിരെ പെട്ടെന്ന് ആക്രമണം തുടങ്ങാനാണ് നോർത്ത് ക്യാപ്റ്റൻ പറയുന്നത്. എന്നാൽ അവർ കുട്ടികളായതുകൊണ്ട് സമയമാകുന്നത് വരെ കാത്തു നിൽക്കാമെന്ന തീരുമാനത്തിലാണ് കമാൻഡർ പാർക്ക്. അതും പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ ക്യാപ്റ്റൻ നേരെ തോക്ക് ചൂണ്ടാനും പാർക്ക് മടിക്കുന്നില്ല. അവസാന യുദ്ധത്തിനാണോ താൻ തയ്യാറെടുക്കുന്നത് എന്നൊരു തോന്നൽ വരുന്ന ജുങ് അമ്മയ്ക്ക് എഴുതുന്ന കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ തയ്ച്ചു കൊടുത്ത വസ്ത്രമാണ് അവൻ ഇന്ന് ധരിക്കുന്നത്. ഇനിയൊരു കത്തെഴുതാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല. ചുറ്റും ഒരുപാട് ശത്രുക്കളായതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമായി അവർ കാണുന്നു. അവിടെയുള്ള മാക്സിമം സാധനങ്ങൾ സംഘടിപ്പിച്ച് അവരെല്ലാവരും ആയുധങ്ങളാക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. നോർത്ത് കമാൻഡർ അവരുടെ സൈന്യത്തോടും ഓരോ ഓർഡർ കൊടുക്കുമ്പോൾ സ്റ്റുഡന്റ് ആർമി അവരെ നേരിടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ആ ഒരു പേടിയുള്ള നിമിഷത്തിലും അവർ കാരണങ്ങൾ കണ്ടെത്തി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെട്ട വിഷമവും ചിലരുടെ മുഖത്തുണ്ട്. സൗത്തിന്റെ ക്യാപ്റ്റൻ അവിടെ നിന്ന് പുറപ്പെട്ട വിവരം ഇവർക്ക് ലഭിച്ചു. എന്നാൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇവർക്ക് പിടിച്ചു നിന്നേ മതിയാകൂ. ശത്രുക്കളെ തോൽപ്പിക്കുമെന്ന് അവർ ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കുകയും അവർ സ്റ്റുഡന്റ് ആർമിയാണെന്ന് ആവേശത്തോടെ പറയുകയും ചെയ്യുന്നു. ഇതേസമയം ജോയും പ്യുങ്ങും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നോർത്തിന്റെ ചില പട്ടാളക്കാരും അവരുടെ വെപ്പൺസുമുള്ള വണ്ടി സ്റ്റാർട്ടാകാതെ നിൽക്കുകയായിരുന്നു. അവർ രണ്ടുപേരും നോർത്തിന്റെ ഒരു പക്ഷക്കാരാണെന്ന ആ ഒരു വ്യാജേന അവരെ സഹായിക്കാൻ കൂടുന്നുണ്ട്. ഒപ്പം അവർക്ക് എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നും നോക്കി മനസ്സിലാക്കി വയ്ക്കുന്നുണ്ട്. ഇവരും കൂടി ചേർന്ന് ആ ഒരു വണ്ടി തള്ളിയപ്പോൾ വണ്ടി എന്തായാലും സ്റ്റാർട്ടാകുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെ ഹാപ്പി ആവുകയാണ്. ആ ഒരു സമയത്ത് ജുങ് ആണെങ്കിൽ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ശത്രുക്കൾ വലിയൊരു കൂട്ടമായി വരുന്നത് കാണുകയാണ്. അവർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി സിയോണും കൂട്ടരും വലിയൊരു പീരങ്കിയിൽ ഷെല്ലിട്ട് നോക്കുന്നുണ്ടെങ്കിലും വർക്കാകുന്നില്ല. പിന്നെ അവന്മാർ അതിൽ ചവിട്ടുമ്പോൾ ഷെല്ല് തെറിച്ചു പോകുന്നുണ്ടെങ്കിലും അത് അവരുടെ ആ ഒരു സ്കൂളിലെ പരിസരത്ത് തന്നെയാണ് പൊട്ടി വീഴുന്നത്. അവിടെ ഒരു പൊട്ടിത്തെറി കണ്ട ശത്രുക്കളും ഒന്ന് ഭയക്കുന്നുണ്ട്. ഇവിടെയുള്ളവരെ തന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ദേഷ്യപ്പെട്ട് ജുങ് അവന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാർക്ക് വാച്ചിൽ സമയം നോക്കുമ്പോൾ കൃത്യം 12 മണി. അവരെ ലക്ഷ്യമാക്കി ജുങ് വിട്ട ഒരു ഷെല്ല് വരികയും ആ ഒരു പൊട്ടിത്തെറിയിൽ നോർത്തിന്റെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയാണ്. സ്റ്റുഡന്റ് ആർമി വീണ്ടും അവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നപ്പോൾ പാർക്ക് അവരോട് കാണിച്ച ഒരു ദയുണ്ടല്ലോ, ആ ഒരു ദയക്ക് ഇങ്ങനെയാണോ നന്ദി കാണിക്കുന്നത് എന്നൊരു ദേഷ്യമാണ് അയാൾക്ക് വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്നും അപ്പോൾ കാരുണ്യത്തിന്റെ ക്ലാസ് എടുക്കാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ഷോ ഇറക്കുമ്പോൾ കുട്ടികളയച്ച അടുത്ത ഷെൽ അവിടെ വീണ് പൊട്ടുകയാണ്. സ്റ്റുഡന്റ് ആർമി സ്കൂളിലെ ക്ലാസ് മുറിയിൽ കയറി ഡിഫെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഇതിനോടകം ദേഷ്യം കയറിയ പാർക്കും കൂട്ടിന് വെറി പിടിച്ച് അലറിക്കൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അവിടെയുള്ള കുട്ടിപ്പട്ടാളം നേരത്തെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഗ്രനേഡുകളെല്ലാം കൃത്യസമയത്ത് പൊട്ടിത്തെറിക്കുമ്പോൾ കുറെ ശത്രുക്കൾ മരിച്ചു വീഴുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അവർ വെടിവെപ്പ് തുടങ്ങുന്നു. താഴെയുള്ളവർ ഒരു റൗണ്ട് വെടിവെച്ച ശേഷം സ്കൂളിലെ ക്ലാസ് മുറിയിലുള്ളവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒന്നിടവിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റനും സംഘവും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റേഡിയോയിലൂടെ ബന്ധപ്പെടാനും അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ശത്രുപക്ഷം വലിയൊരു ടാങ്കുമായി അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ എത്തുന്നത്. പിള്ളേരുടെ കയ്യിലാണെങ്കിൽ ആയുധങ്ങളും കുറവാണല്ലോ. ടാങ്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഗ്രനേഡുകൾ എറിയുന്നുണ്ടെങ്കിലും പലർക്കും അവിടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അത് കണ്ട് സഹിക്കാനാവാതെ കൂട്ടത്തിലെ ഒരുത്തൻ സ്വയം ചാവേറായിട്ട് ഗ്രനേഡുകളെല്ലാം കൊണ്ട് ശത്രുപക്ഷത്തിന് ടാങ്കിനുള്ളിലേക്ക് കയറുകയാണ്. ഒരൊറ്റ
ഒരൊറ്റ പൊട്ടിത്തെറിയിൽ ആ ഒരു ധീരനായ സൈനികനും ഒരുപാട് ശത്രുക്കളും അങ്ങനെ തീരുകയാണ്. കുട്ടികളാണെങ്കിൽ കുപ്പിയിൽ അവരുണ്ടാക്കിയ ആ ഒരു പെട്രോൾ ബോംബിൽ അതും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. പക്ഷെ ശത്രുക്കൾ നിർത്താതെ മുന്നോട്ട് വന്ന് വെടിവെക്കാൻ തുടങ്ങി. എല്ലാവരെയും സ്കൂളിലേക്ക് കയറ്റി ജുങ് വെടിവെക്കാൻ നോക്കുമ്പോൾ അവനതിന് സാധിക്കുന്നില്ല. ആ ഒരു നിമിഷം അവർക്ക് രക്ഷകനായിട്ട് നമ്മുടെ ജോയും പ്യുങ്ങും അവിടെ എത്തുകയാണ്. നേരത്തെ ശത്രുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും അടിച്ചുമാറ്റിയ ആയുധവുമായി അവർ വണ്ടിയിൽ വന്ന് എല്ലാവരെയും ആക്രമിക്കുകയാണ്. അത് കണ്ട് ജുങ്ങിനും ചെറിയ സമാധാനമാകുന്നുണ്ട്. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ജോയുടെ കാലിൽ വെടിവെക്കുകയാണ്. അവൻ ഒരു നിമിഷം വീഴുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയെടുത്ത് അവൻ മുന്നോട്ട് പോവുകയാണ്. ശേഷം അവരെല്ലാം വണ്ടിയെ കവർ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പ്യുങ്ങിന്റെ കൂടെ കുറച്ചുപേർ ചേർന്ന് മെഷീൻ ഗണ്ണെല്ലാം സ്കൂളിനകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ അവിടേക്ക് ശത്രുക്കൾ കൂടുതൽ ടാങ്കുമായി വരികയാണ്. കന്നഡക്കാരൻ സിയോൺ അവിടെ ശത്രുക്കളുടെ മുന്നിലേക്ക് ഷെല്ലും ആയുധങ്ങളുമായി പോകുമ്പോൾ അവനവർ വെടിവെച്ചിടുകയാണ്. അവന്റെ ശരീരത്തിലൂടെ ആ ഒരു ടാങ്ക് കയറി ഇറങ്ങുമ്പോൾ സിയോണിന്റെ കയ്യിലുണ്ടായിരുന്ന ഷെല്ല് പൊട്ടിത്തെറിച്ച് ശത്രുക്കളും അവനും ഇല്ലാതാവുകയാണ്. അതിനു മുൻപേ തന്നെ ശത്രുക്കൾ ക്ലാസ് മുറിയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒത്തിരി പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. ഈ അവസാന നിമിഷം ജുങ്ങും ജോയും ഒരുമിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അവർ നല്ല രണ്ട് സുഹൃത്തുക്കളായി മാറിയിരുന്നു. ജോയ്ക്കാണെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ലെങ്കിലും ഈ ഒരു സ്കൂളിൽ വെച്ച് അവനൊരു നല്ല പട്ടാളക്കാരനായി മാറി എന്നവൻ അഭിമാനിക്കുകയാണ്. അവർ രണ്ടുപേരും ശരിക്കും സ്റ്റുഡന്റ് ആർമിയായി മാറിക്കഴിഞ്ഞു. അതേസമയം സ്കൂളിലേക്ക് വലിയൊരു ആക്രമണവുമായി നോർത്ത് കമാൻഡർ പാർക്കും എത്തിക്കഴിഞ്ഞു. ജുങ്ങും ജോയും മുന്നിലേക്ക് ഷൂട്ട് ചെയ്ത് നീങ്ങിയപ്പോൾ പുറകിൽ നിന്ന് വന്ന ആക്രമണം സ്വയം ഏറ്റുവാങ്ങി അവരെ രക്ഷിക്കുന്നത് ജോ നേരത്തെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അതേ സൈനികൻ തന്നെയായിരുന്നു. എന്നേക്കാൾ മികച്ച പോരാളി നീ തന്നെയാണ് എന്നാണ് അവസാന നിമിഷം അവൻ ജോയോട് പറഞ്ഞത്. ആ ഒരു നിമിഷം ശത്രുക്കളെയെല്ലാം കൊന്നു തള്ളാനായി അവർ രണ്ടുപേരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു സൈനികൻ വന്ന് മെഷീൻ ഗണ്ണുകൾ മുകളിലുണ്ടെന്നും നമ്മുടെ സൈന്യം ഇപ്പോൾ എത്തുമെന്നും പറയുമ്പോൾ അവർ രണ്ടുപേരും മുകളിലേക്ക് കയറുന്നു. പുറകെ പ്യുങ്ങും മറ്റൊരു സൈനികനും ആയുധങ്ങളും എടുത്ത് കയറുമ്പോൾ അവരെയും ശത്രുക്കൾ വെടിവെച്ചിടുകയാണ്. മുകളിലെത്തുന്ന ശത്രുക്കളെയും അതുപോലെ താഴെയുള്ളവരെയും ജുങ്ങും ജോയും ചേർന്ന് ഷൂട്ട് ചെയ്ത് കൊന്നു തള്ളുകയാണ്. അപ്പോൾ പാർക്ക് അവർക്കെതിരെ ടാങ്ക് പ്രയോഗിച്ചു. ശത്രുക്കൾ കൂടുതലായി സ്കൂളിനകത്തേക്ക് കയറുന്നത് കാണുന്ന ബാക്കിയുണ്ടായിരുന്ന സ്റ്റുഡന്റ് ആർമിയിലെ സൈനികൻ ഗണ്ണ് ലോഡ് ചെയ്യുമ്പോൾ വെപ്രാളത്തിൽ അവന്റെ വിരൽ മുറിയുകയും ശത്രുക്കൾ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. നേരത്തെ വെടിയേറ്റ് കിടന്നിരുന്ന പ്യുങ് ആണെങ്കിൽ ശത്രുക്കൾ കയറുന്നത് കാണുമ്പോൾ സ്വയം ചാവേറായി കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ക്യാൻ തുറന്ന് അവന്റെ ലൈറ്റർ ഓൺ ചെയ്യുന്നു. അങ്ങനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റു ബോംബുകളും എല്ലാം പൊട്ടിത്തെറിച്ച് കുറെ പേർ ഇല്ലാതാവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് എത്താറായ സൗത്ത് ക്യാപ്റ്റനും സംഘവും ദൂരെ നിന്ന് സ്കൂളിലെ വിസ്ഫോടനങ്ങൾ കാണുകയാണ്. ജുങ്ങും ജോയും തമാശകൾ പറഞ്ഞ് ആ ഒരു വലിയ യുദ്ധത്തിൽ ഒരുമിച്ച് പോരാടുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ സൗത്ത് ക്യാപ്റ്റൻ നോർത്തിന്റെ ടാങ്ക് അവരുടെ കയ്യിലെ ആയുധം വെച്ച് തകർക്കുകയാണ്. അത് കണ്ട് നോർത്ത് ക്യാപ്റ്റൻ പിന്നിൽ നിന്നുള്ള ആക്രമണം വരുന്നെന്നും പറഞ്ഞ് കമാൻഡർ പാർക്കിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു. ദേഷ്യം വരുന്ന പാർക്കാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ ഒരു ക്യാപ്റ്റനെ വെടിവെച്ച് കൊല്ലുകയാണ്. ശേഷം പാർക്ക് നേരിട്ട് സ്കൂളിലേക്ക് കയറുന്നു. അവിടെ പരിക്കേറ്റ് കിടന്നിരുന്ന സ്റ്റുഡന്റ് സൈനികരെയും തീർത്ത് അയാൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ജോയും ജുങ്ങും മുകളിൽ വലിയൊരു പോരാട്ടത്തിലായിരുന്നു. കാരണം നോർത്ത് സൈനികരുടെ എണ്ണമെന്ന് പറയുന്നത് അവരുദ്ദേശിച്ചതിലും വളരെയധികം കൂടുതലായിരുന്നു. അപ്പോഴേക്കും താഴെ സൗത്തിന്റെ ക്യാപ്റ്റനും സംഘവും അവരെ രക്ഷിക്കാനായി എത്തുന്നുണ്ട്. പാർക്ക് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ജോയിയെ രക്ഷിക്കാൻ വേണ്ടി വെടിയേറ്റ ഒരു സൈനികനിലെ അവൻ അയാളുടെ കയ്യിൽ വെടിവെക്കുകയാണ്. അന്ന് അവനെ വെറുതെ വിട്ടിട്ടും തന്നെ വെടിവെച്ച ദേഷ്യവും അമർഷവും എല്ലാം കാരണം അയാൾ ആ ഒരു നിമിഷം അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ജോയും ജുങ്ങും മുകളിലേക്ക് കയറി വരുന്ന ഒരുപാട് ശത്രുക്കളെ മെഷീൻ ഗണ്ണെല്ലാം ഉപയോഗിച്ച് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും അതിനിടയിൽ സാരമായി പരിക്കേൽക്കുന്നുണ്ട്. ജുങ് അവിടെ വെടിയേറ്റ് വീഴുകയാണ്. വീഴാതെ നിന്നിരുന്ന ജോയെ അവിടേക്ക് വന്ന പാർക്ക് ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ച് വീഴ്ത്തിയെങ്കിലും അവൻ വീണ് കിടക്കുമ്പോഴും അയാൾക്ക് നേരെ വെടിവെച്ച് പാർക്കിന്റെ ഗണ്ണ് വീഴ്ത്തുന്നു. പാർക്ക് എന്നിട്ടും വിടാതെ മറ്റൊരു ഗണ്ണെടുത്ത് ജുങ്ങിന്റെ നേർക്ക് നീങ്ങുമ്പോൾ ജോ കയ്യിലെ കത്തിയെടുത്ത് പാർക്കിനെ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ ജീവൻ പോകാറായിട്ടുള്ള ആ ഒരു വേദനയിലും അവൻ അതിന് ശ്രമിക്കുമ്പോൾ പാർക്ക് ആ ഒരു ജീവൻ എടുക്കുകയാണ്. ശേഷം അയാൾ ജുങ്ങിന്റെ അടുത്ത് ചെന്ന് തത്വങ്ങൾ വിളമ്പുമ്പോൾ ജുങ് പയ്യെ അവന്റെ ഗണ്ണിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യുകയായിരുന്നു. പാർക്ക് അവന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ജുങ് കൈ വിറക്കാതെ ആദ്യം ഷൂട്ട് ചെയ്തു. പക്ഷെ പാർക്കിന്റെ വെടിയേറ്റ് അവനും അവിടെ വീഴുകയായിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ പാർക്ക് ജുങ്ങിനെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് സൗത്ത് ക്യാപ്റ്റൻ എത്തുകയും പാർക്കിനെ കൊല്ലുകയും ചെയ്യുന്നു. അവിടെ വീണ് കിടന്നിരുന്ന ജുങ്ങിനെ കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ ക്യാപ്റ്റന് ആ ഒരു നിമിഷം സാധിച്ചുള്ളൂ. അവന്റെ ജീവൻ പോയ ആ ഒരു നിമിഷം അമ്മയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന കത്തുകളും അവനോടൊപ്പം ചോരയിൽ കുളിച്ച് കിടന്നിരുന്നു. അവർ 71 പേർ ചേർന്ന് നന്നായി പൊരുതി. അവരുടെ ജീവൻ കൊടുത്ത് അവർ ആ ഒരു സ്ഥലം സംരക്ഷിച്ചു. അങ്ങനെ ആ 71 ധീരരായ സ്റ്റുഡന്റ് ആർമി ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോ കാണിച്ച് ഈ ഒരു ആക്ഷൻ വാർ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. 1950 ഓഗസ്റ്റ് 13 പൊഹാങ് ഗേൾസ് മിഡിൽ സ്കൂളിൽ നടന്ന യുദ്ധത്തിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ 3ാം ഡിവിഷനിലെ 71 വിദ്യാർത്ഥി പട്ടാളക്കാർ നടത്തിയ ചെറുത്തുനിൽപ്പിനെ ആധാരമാക്കിയുള്ളതാണ് ഈ ഒരു സിനിമ. അവരെല്ലാവരും ധീരമായി പോരാടി
പോരാടിയാണ് മരണം വരിച്ചത്. ഒരു വിങ്ങലോടെയല്ലാതെ നമുക്ക് ഈ ഒരു ചിത്രം ഒരിക്കലും കണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത്രയൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.